സുനിലൻ മാഷ്, സെക്രട്ടറി രാമേന്ദ്ര മാഷ്, മറ്റ് സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ, നമ്മുടെ ഈ ഗ്രൂപ്പ് ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഗ്രൂപ്പിൽ ഉള്ള ആക്ടിവിറ്റീസ് അല്ലാതെ ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ ചേർന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തുകയുണ്ടായി. 2024 ജനുവരി 7 പാനൂർ ഹൈസ്കൂളിൽ വെച്ച് PHS SSC 87 ബാച്ചിൻ്റെ ആദ്യ സംഗമം ശ്രീ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുനാഥന്മാരെ ആദരിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിന് മുത്തുക്കുടയും ചെണ്ടുമേളവും വേട്ടയും ഗ്രൂപ്പിലെ അംഗങ്ങളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ സംഗമത്തിനെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റി. 2024 ഫെബ്രുവരി 4 UK വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. 4,20,504 രൂപ വരവും 3,22,165 രൂപ ചെലവുമായുള്ള കണക്ക് യോഗം അംഗീകരിച്ചു. 2024 മെയ് 23 UK ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പ്രിയ സഹപാഠി സവിതയുടെ ചികിത്സാ ഫണ്ട് വിജയിപ്പിച്ചതിൽ യോഗം മുഴുവൻ മെമ്പർമാർക്കും നന്ദി രേഖപ്പെടുത്തി. ലഭിച്ച 2,30,000 രൂപ കൈമാറാൻ ഭാരവാഹികളെ ചുമതലപ്പെടുത്തണം. സംഗമത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത അന്യനാടുകളിൽ നിന്ന് എത്തിയവർക്ക് പരസ്പരം കാണാനും സന്തോഷം പങ്കിടാനും ഒരു ജനറൽ ബോഡി യോഗം ഫെബ്രുവരി 25 സെമിനറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജനറൽ ബോഡിയിൽ 8,750 രൂപ വരവും 22,790 രൂപ ചെലവുമായി. ചികിത്സാ സഹായം മെയ് 24 സമിതിയുടെ വീട്ടിൽ വെച്ച് കൈമാറി. ഓരോ ക്ലാസ്സിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ തുക A 10,700, B 12,100, C 9,500, D 13,000, E 9,500, F 7,000, G 31,200, H 13,000, I 31,000, J 500, K 11,500, L 10,000, M 10,000, N 500, O 7,000, P 12,000, Q 41,500, ആകെ 2,30,000. 2024 ഒക്ടോബർ 6 UK ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ രണ്ടാം സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഡിസംബർ വെക്കേഷനിൽ പലർക്കും നാട്ടിലെത്താൻ സൗകര്യം ഉണ്ടാകുമെന്നും വെക്കേഷനിൽ സ്കൂളിൽ വെച്ച് കലാപരിപാടികളുടെ പ്രാക്ടീസ് നടത്താൻ സാധിക്കും എന്നതിനാൽ ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞ് സംഗമം സംഘടിപ്പിക്കാം എന്ന ധാരണയിൽ ക്ലാസ് ലീഡർമാരുടെ കൂടി സമിതി യോഗം വിളിച്ച് തീയതി അന്തിമമായി തീരുമാനിക്കാം എന്ന് അംഗീകരിച്ചു. 2024 ഒക്ടോബർ 20 ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുടെയും ക്ലാസ് ലീഡർമാരുടെയും സംയുക്ത യോഗത്തിൽ ഡിസംബർ 29 സംഗമം നടത്താമെന്ന് തീരുമാനിച്ചു. ഗ്രൂപ്പിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വാഗ്വാദങ്ങളിലും തർക്കങ്ങളിലും ഒരു നിയന്ത്രണം വെക്കാൻ വേണ്ടി ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. പുതിയ പ്രകാശ് അധ്യക്ഷനായ കമ്മിറ്റിയിൽ KM സുനിലൻ, KP രാമചന്ദ്രൻ, T രാജീവ് കുമാർ, P പ്രകാശൻ, KP ശുഭ എന്നിവരെ ഉൾപ്പെടുത്താനും അനാവശ്യമായ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ഇവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ക്ലാസ് ഗ്രൂപ്പുകളിൽ നിന്ന് പ്രാതിനിധ്യമില്ലാത്തവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം യോഗത്തിലുണ്ടായി. സംഗമം കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇത്തരം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കാമെന്ന് സംഗമത്തിന് ശേഷം ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കാമെന്നും ഉള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. പരിപാടി സെമിനറി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസംബർ 29 രാവിലെ 9:30 മുതൽ നടത്താമെന്ന് ഉദ്ഘാടകനെ ലഭ്യതയ്ക്കനുസരിച്ച് കണ്ടെത്താൻ ഭാരവാഹികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സാമ്പത്തികം, പ്രോഗ്രാം, സ്റ്റേജ്, ഭക്ഷണം, രജിസ്ട്രേഷൻ എന്നിങ്ങനെ ഉപസമിതികൾ രൂപീകരിച്ചു. ടാർഗറ്റ് അംഗീകരിച്ച് ഗ്രൂപ്പിലിടാൻ തീരുമാനിച്ചു. 2024 നവംബർ 19 PHS വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവിന്റെയും ക്ലാസ് ലീഡർമാരുടെയും സമിതി യോഗത്തിൽ സബ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചു. ടാർഗറ്റ് പൂർത്തിയാക്കാനുള്ള ശ്രമം ക്ലാസ് ലീഡർമാരിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. സംഗമം 2 വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഡിസംബർ 12 ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം സംഗമത്തിന്റെ പുരോഗതി വിലയിരുത്തി. ശ്രീ ഗുരുരത്നം ഉദ്ഘാടകനായി ലഭിച്ചതെന്ന് അറിയിച്ചു.
കൂടാതെ ഗ്രൂപ്പ് ആക്റ്റീവായി നിലനിർത്താൻ വേണ്ടി പാടാത്ത കിണിയും പാടും എന്ന പരിപാടിയുമായി രാജേഷ് തിരുപ്പൂർ, ക്വിസ് മത്സരവുമായി സത്യാർത്ഥി, അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് ഗ്രൂപ്പിനെ സജീവമാക്കാൻ വേണ്ടി നിശ്ചിത ഇടവേളകളിൽ സംഘടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിലെ പല പരിപാടികളിലും സമ്മാനങ്ങളെ പ്രഖ്യാപിക്കുകയും ചിലരെ ക്യാഷായിട്ട് അയച്ചു കൊടുക്കുകയും അങ്ങനെ അല്ലാത്തത് ഈ സംഗമത്തിൽ വെച്ച് നടത്താൻ ധാരണയായി. ഇതേവരെ നമ്മുടെ ഈ സംഗമം ജൂണിന് 1,70,000 രൂപ കളക്ഷൻ ആയിട്ട് ലഭിക്കുകയുണ്ടായി. കളക്ഷൻ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെറിയവർക്ക് അവരുടെ സംഭാവന ക്ലാസ് റൂമിൽ കൊടുക്കാൻ പറ്റാത്തവർ കൊടുക്കുന്നതായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് അതാണ് നമ്മളെ വളരെ ആകർഷിച്ച് നിൽക്കുന്ന കാര്യം. അത് എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധി ഗായകരും പ്രതിഭകളും നേതാക്കന്മാരും ഒക്കെ കൊണ്ട് അനുഗ്രഹീതമായ SSC 87 ബാച്ച് ഇനിയും സൗകര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ ഇപ്പോൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.